കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? ഹേ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ബേനിങ് അയച്ചു വന്നിനാ. ഇന്നെ ഞമ്മ ബേനിങ് ആണ് ചെല്ലു. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഹേ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ബേനിങ് അയച്ചു വന്നിനാ. എന്താടാ അവള് പറഞ്ഞത്? ഇന്നെ ഞമ്മ ബേനിങ് ആണ് ചെല്ലു. നിങ്ങ എന്ത് ചെല്ലൂന്ന് കമന്റ് ഇടണോ. എന്താ പറഞ്ഞേ? അപ്പൊ ഇന്ന് ഞാൻ ബേനിങ് അയച്ചു വന്നിനാ. ഇന്നെ ഞമ്മ ബേനിങ് ആണ് ചെല്ലു. അതും കൂടിയേ പറയാത്തുള്ളേ, ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതാ ചോദിച്ചത്. ഇന്നെ ഞമ്മ ബേനിങ് ആണ് ചെല്ലു. നിങ്ങ എന്ത് ചെല്ലൂന്ന് കമന്റ് ഇടണോ. അപ്പൊ ഇന്ന് ഞാൻ ബേനിങ് അയച്ചു വന്നിനാ. എനിക്ക് വയ്യ. ഞമ്മ ബേനിങ് ആണ് ചെല്ലു. കൂമ്പ ബറവ്, കൂമ്പ കുഞ്ഞി, കൂമ്പ എന്നല്ല പറയൂന. അങ്ങനെ മലയാളത്തിൽ പറ. എന്താ പറഞ്ഞത്? കൂമ്പയില്ലേ, അതിന്റെ കൊടിന്നാണ് കൊത്തേണ്ടത്. കൊത്തിയിട്ടായിട്ട് നമ്മ ഉപ്പും ഒരു ചെമ്പ് വെള്ളം ഇട്ടിട്ട് പാങ്ങലെ ഒരു 2-3 പ്രാവശ്യം കവ്വണം. ഇത് ഏത് ഭാഷ? പാങ്ങലെ ഒരു 2-3 പ്രാവശ്യം കവ്വണം. അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. 3 പ്രാവശ്യം കവ്വണം. നല്ല പാങ്ങലെ വെള്ളം മാറ്റിയിട്ട് ഞൗണ്ടിട്ട് കവ്വണം. വ്യക്തമായില്ല. ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. ഇതാണ്. എങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടു ഇട്ട് കൊടുക്കാം. നല്ല പാങ്ങലെ കടു പൊട്ടിയിട്ട് നമ്മളെ കരിയാമ്പച്ചപ്പലില്ല, കരിയാമ്പച്ചപ്പല ഇട്ട് കൊടുക്കാം. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. സോറി ബൈക്ക ബറവക. ബൈക്കാന്ന് പറയും. നിങ്ങൾ അവിടെ എന്ത് പറയുന്നത് കമന്റ് ഇടാ. ഈ ബൈക്കിന്റെ പേര് മങ്കക്കായിന്ന്. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.